എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് സെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമുക്ക് HSAക്കും ബാധകമാണ്. കാരണം എന്താണ്? +2 ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഇത് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് HSAക്കും ഉപകാരപ്രദമാണ്, സെറ്റിനും ഉപകാരപ്രദമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 1 + i ഡിവൈഡഡ് ബൈ 1 - i റേസ് ടു 50 ഈക്വൽ ടു a + ib, then എയും ബിയും കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എങ്ങനെയാണ് ചെയ്യുക? 1 + i ഡിവൈഡഡ് ബൈ 1 - i. ഇതിനെ ഞാൻ എന്താണ്, ഡിനോമിനേറ്റർ നമുക്ക് ഏതാക്കണം? ഒരു ഒരു പൂർണ്ണസംഖ്യയാക്കണം അല്ലെ. അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇതിനെ ഇൻറ്റു 1 + iയും ഡിവൈഡഡ് ബൈ 1 + iയും ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഇതിന്റെ വ്യുൽക്രമം കൊണ്ട് ഇതിന്റെ 1 - i എന്ന് പറഞ്ഞാൽ 1 + i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 + i ഹോൾ സ്ക്വയർ ബൈ 1 - i a + b ഇൻറ്റു a - b ഫോർമുല ആയില്ലേ. അപ്പൊ a² - b² അല്ലേ. 1² - i² വരും അല്ലേ. അപ്പൊ ഇതെന്താണ്? 1 + i ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a + b ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ 1² + 2i + i² വന്നില്ലേ. i² എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. അപ്പൊ ഈ 1² -1ഉം ക്യാൻസൽ ചെയ്ത് പോയില്ലേ. അപ്പൊ 2i മാത്രമായി. ഡിവൈഡഡ് ബൈ 1² - i² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ 1² എന്ന് പറഞ്ഞാൽ 1 -1 എന്ന് പറഞ്ഞാൽ 2i അല്ലെ. അപ്പൊ എന്തായി? 2i ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതായി. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുക? i എന്നുള്ളതാണ് ആൻസർ കിട്ടുക അല്ലെ. അപ്പൊ i കിട്ടി. ഇനി നമുക്ക് എന്താണ് പറയേണ്ടത്? ഇവിടെ നമുക്ക് ഇത് i ആണ് വെച്ചെങ്കിൽ നമുക്ക് i² നമുക്ക് അറിയാം അല്ലെ, -1 ആണെന്ന്. അപ്പൊ ഇതിനെ i² ഹോൾ റേസ് ടു 25 എന്ന് എഴുതിക്കൂടെ? കാരണം എന്താണ്? a റേസ് ടു m ഹോൾ റേസ് ടു n, a റേസ് ടു m ഇൻറ്റു n അല്ലേ. അപ്പൊ i റേസ് ടു 2 ഇൻറ്റു 25 50 ആയി അല്ലെ. ഇതിനെ തന്നെയാണ് 1 + i ഡിവൈഡഡ് ബൈ 1 - i നമുക്ക് കിട്ടിയത് i എന്നാണ്. അപ്പൊ ഞാൻ ഈ i ഇവിടെ എഴുതി. i റേസ് ടു 50 എന്നുള്ളത് i² ഇൻറ്റു 25 എന്നാക്കി. i² നമുക്കറിയാം -1 ആണെന്ന്. -1 റേസ് ടു 25 എന്ന് പറഞ്ഞാൽ ഏതാണ് ആൻസർ? -1 തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a + ib ആണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ a + ib എന്ന് പറയണത് ഏതാന്ന് കിട്ടി? -1 ആന്ന് കിട്ടി. അപ്പൊ i ടേം ഇല്ല അല്ലെ. അപ്പൊ b = 0 ആയില്ലേ. ഇതിനെ -1 എന്ന് പറഞ്ഞാൽ -1 + 0 ആയി എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ b എന്ന് പറയുന്നത് ഇവിടെ എന്തായി? 0 ആയി. a എന്ന് പറയുന്നത് എന്തായി? -1 ആയി. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? a = -1, b = 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇന്റഗ്രൽ വാല്യൂസ് ഫോർ വിച്ച് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x - a ഇൻറ്റു x - 10 ഈക്വൽ ടു -1 ഹാസ് ഇന്റഗ്രൽ റൂട്ട്സ്. ഇന്റഗ്രൽ റൂട്ട്സ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? b² - 4ac നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? നമുക്ക് x² മൈനസ് പിന്നെ എന്താണ് വരിക? -10x അല്ലെ. 10x മൈനസ് ax പ്ലസ് 10a പ്ലസ് 1 ഈക്വൽ ടു 0 എന്നായി അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x² മൈനസ് x ഇൻറ്റു പിന്നെ എന്താണ് വരിക? x ഇൻറ്റു 10 പ്ലസ് a പ്ലസ് 10a പ്ലസ് 1 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല അല്ലേ? എക്സിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ എക്സ് ടേമിലുള്ളത്. അപ്പൊ ഇനി നമുക്ക് എന്താ എഴുതാം? b² - 4ac നമുക്ക് എഴുതാം. b² - 4ac 0 ആവുമ്പോഴാണ് ഇന്റഗ്രൽ റൂട്ട് ആവണത്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. b² ഇവിടെ എന്താ വരിക? -10 പ്ലസ് a അല്ലെ. b² എന്ന് പറയുന്നത് സ്ക്വയർ വരുമ്പോ നമുക്ക് 10 + a ഹോൾ സ്ക്വയർ തന്നെയല്ലേ വരുള്ളൂ. 10 + a ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a എന്താണ്? 1 ആണ്. c എന്താണ്? 10a പ്ലസ് 1 ആണ്. അപ്പൊ 4 ഇൻറ്റു 10a പ്ലസ് 1
ഈക്വൽ ടു 0 ഈക്വേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് എന്താ വരിക? 100 പ്ലസ് 2a, 2a അല്ല 2a ഇൻറ്റു 10 വരില്ലേ? അപ്പൊ 20a പ്ലസ് എ സ്ക്വയർ അല്ലേ? ഇനി അടുത്തത് എന്താ വരിക? മൈനസ് 40a മൈനസ് 4 ഈക്വൽ ടു 0. അപ്പൊ ഇത് എ സ്ക്വയറിലുള്ള ഒരു ഇക്വേഷൻ ആയില്ലേ? ഇവിടെ എന്താ വരിക? എ സ്ക്വയർ 20aയും മൈനസ് 40aയും വരുമ്പോ എ സ്ക്വയർ മൈനസ് 20a എന്ന് വരില്ലേ? ഇനി 100 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 96 അല്ലേ? 96 ഈക്വൽ ടു 0. അപ്പൊ എ കണ്ടുപിടിച്ചൂടെ നമുക്ക്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? 12 96, 12ഉം 8ഉം എടുത്താൽ മതി. അപ്പൊ എ മൈനസ് 12ഉം എ മൈനസ് 8ഉം ഈക്വൽ ടു 0. അപ്പൊ എ ഈക്വൽ ടു എന്തൊക്കെയാവും? 12 ഓർ 8. 12 ഓർ 8 എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പൊ എ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യണത്. ഈ ഒരു ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ ആക്കുക. എന്നിട്ട് വേണം നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 എന്തുകൊണ്ടാണ് എടുക്കണത്? ഇന്റഗ്രൽ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രൽ റൂട്ട്സ് വേണം വെച്ചെങ്കിൽ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac 0 ആവണം അല്ലെ? അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ എന്താണ് കിട്ടുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 12 ആൻഡ് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ 12 ഓർ 8 ആണ് വരിക കേട്ടോ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? 12 ഓർ 8. Next question, the system of linear equation 3x plus 2y plus z equal to 3, 2x plus y plus z equal to 0, 6x plus 2y plus 4z equal to 6 is. ഇത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് മെട്രിക്സ് ഫോമുല എഴുതാം അല്ലെ? ഡിറ്റർമിനന്റ് ഫോമുല എഴുതിക്കൂടെ? ഇത് എങ്ങനെയാണ്? 3 2 1 അല്ലെ? 3 2 1. പിന്നെ എന്താണ് അടുത്തതിൽ? 2 1 1. അപ്പൊ 2 1 1. അടുത്തതിലോ? 6 2 4. 6 2 4. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? 3 ഇൻറ്റു 4 മൈനസ് 2 അല്ലെ? 4 മൈനസ് 2 മൈനസ് 2 ഇൻറ്റു ഇത് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ളത് അല്ലെ? 8 മൈനസ് 6. പിന്നെ പ്ലസ് 1 ഇൻറ്റു ഇത് കഴിച്ച് ബാക്കിയുള്ളത് ഈ 2 2s are 4, 4 മൈനസ് 6 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും നോക്കൂ? 3 ഇൻറ്റു 4 മൈനസ് 2 2 മൈനസ് 2 ഇൻറ്റു 8 മൈനസ് 6 2 പ്ലസ് 1 ഇൻറ്റു 4 മൈനസ് 6 എന്ന് പറഞ്ഞാൽ മൈനസ് 2. അപ്പൊ എന്താ വരിക? 6 മൈനസ് 4 മൈനസ് 2. അപ്പൊ എന്താണ് വരിക? 6 മൈനസ് 6 0 എന്ന് വരില്ലേ? 0 ഡിറ്റർമിനന്റ് 0 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താന്ന് നമ്മൾ പറഞ്ഞിരിക്കണേ? ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻകൺസിസ്റ്റന്റ് ആവണമെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are the roots of the equation 2x square minus ax plus b equal to 0, then the equation whose roots are 2 alpha and 2 beta is. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഞാൻ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കി പഠിക്കണം. ഇത് 10th പോർഷൻ ആണ്. ആൽഫയും ബീറ്റയും റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ആണ് വെച്ചെങ്കിൽ, ഇതിന്റെ ഇക്വേഷൻ ആണ് വെച്ചെങ്കിൽ നമുക്ക് ഇത് എന്താണ്? ഇത് ഏത് ഫോമിലാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോം അല്ലേ? അപ്പൊ നമുക്ക് ആൽഫയും ബീറ്റയാണ് അതിന്റെ റൂട്ട്സ് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എങ്ങനെ എഴുതുക? മൈനസ് ബി ബൈ എ. ആൽഫ ബീറ്റ എങ്ങനെ എഴുതുക? സി ബൈ എ അല്ലെ? അപ്പൊ ഇതിന്ന് നമുക്ക് അത് എഴുതാൻ പറ്റില്ലേ? ആൽഫ പ്ലസ് ബീറ്റ എങ്ങനെ എഴുതാൻ പറ്റുക? മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് എ അല്ലെ? ബൈ 2. അപ്പൊ എന്താണ്? എ ബൈ 2 എന്ന് വരും. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സി ബൈ എ. ഇവിടെ സിക്ക് പകരം ബി ആണ്. ബി ബൈ 2. ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ പറയണേ? ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ 2 ആൽഫ ആൻഡ് 2 ബീറ്റ. അപ്പൊ 2 ആൽഫയും 2 ബീറ്റയും ആണ് നമ്മുടെ റൂട്ട്സ് എങ്കിൽ
നമുക്ക് സം ഓഫ് ദ റൂട്ട്സ് കണ്ടുപിടിച്ചൂടെ? സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആൽഫ പ്ലസ് 2 ബീറ്റ അല്ലേ? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് അറിയില്ലേ? 2 ഇൻറ്റു എ ബൈ 2. അപ്പൊ ഏതാണ്? എ എന്നുള്ളതാണ് ഇവിടെ സം ഓഫ് റൂട്ട്സ് വരിക. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് 2 ആൽഫ ഇൻറ്റു 2 ബീറ്റ അല്ലേ? അതെങ്ങനെയാണ്? 4 ഇൻറ്റു ആൽഫ ബീറ്റ വന്ന് വന്നില്ലേ? അത് എത്രയാണ്? 4 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ ബി ബൈ 2. അപ്പൊ എന്താ വരിക? 2b അല്ലേ? 2b ആണ് പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക? എക്സ് സ്ക്വയർ മൈനസ് ഓഫ് സം ഓഫ് ദ റൂട്ട്സ് ഇൻറ്റു എക്സ്. എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ്. ഇവിടെ എന്താ പറയണേ? 2 ആൽഫ പ്ലസ് 2 ബീറ്റ ഇൻറ്റു എക്സ് അല്ലേ? 2 ആൽഫ പ്ലസ് 2 ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് 2 ആൽഫ ഇൻറ്റു 2 ബീറ്റ. അപ്പൊ നമുക്ക് ഇവിടെ ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ എന്താ വരുന്നത്? 2 ആൽഫ പ്ലസ് 2 ബീറ്റ എ എന്നുള്ളതാണ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് പിന്നെന്താണ് വരിക? 2 ആൽഫ ഇൻറ്റു 2 ബീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? 2b വരും അല്ലേ? പ്ലസ് 2b ഈക്വൽ ടു 0. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് 2b. എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് 2b ഈക്വൽ ടു 0. ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.